അവൽ വിളയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളിപ്പോൾ ശർക്കര പാനിയാക്കി അതിൽ തേങ്ങ ഇട്ട് ഇളക്കി ഒരു പരുവമാക്കി വച്ചിരിക്കുകയാണ്. ഇനി അല്പം തണുത്തതിന് ശേഷം ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇതിനകത്ത് അല്പം വെള്ളം വേണം, ഇല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ അത് ശരി എല്ലാ സ്ഥലത്തും ഒരുപോലെ ശർക്കര അങ്ങ് പിടിച്ച് വരത്തില്ല. നമ്മൾ അവൽ ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കുമ്പോൾ നന്നായി അങ്ങ് ഇളക്കുക. എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇത് ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇളക്കി നല്ല വൃത്തിയായി ഇളക്കി അവലെല്ലാ സ്ഥലത്തും ഒരുപോലെ ഇതിൻ്റെ ശർക്കര യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ. അമ്മമാർ നമുക്ക് നന്നായി നല്ല രീതിയിലുള്ള അവൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ പിന്നിലെ ആ കഷ്ടപ്പാട് എത്രയാണെന്നുള്ളത് നമുക്ക് ഈ ഇളക്ക് കാണുമ്പോൾ നന്നായി മനസ്സിലാവും. മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ അല്പം നെയ്യ് എടുത്തിട്ട് അതിനകത്തേക്ക് പൊട്ടുകടല, അണ്ടിപ്പരിപ്പ് അതുപോലുള്ള സാധനങ്ങൾ ഇട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നന്നായി വീണ്ടും ഒന്നുകൂടി ഇളക്കി കഴിയുമ്പോൾ മാറ്റി കുറച്ച് നന്നായി തണുത്ത ശേഷം നമ്മൾ കുട്ടികൾക്ക് ഒരു പാത്രത്തിൽ കുറേശ്ശെ എടുത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു പാളയംകുടം പഴവും കൂടി ചേർത്ത് കഴിക്കാൻ പറഞ്ഞാൽ കുട്ടികൾ വളരെ നല്ല സ്വാദോടു കൂടി കുഴച്ച് കൊണ്ട് കഴിക്കും. കഴിച്ച് കഴിയുമ്പോൾ അല്പം വെള്ളം കൂടി കുടിക്കുക.